ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ ഏതൊക്കെ മേക്കപ്പ് തിങ്സ് ഞാൻ കൊണ്ടുപോകുന്നു. എപ്പോഴും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആണല്ലോ ചെയ്യണത്. അപ്പോൾ അങ്ങനെ അത് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തിട്ടുണ്ട്. മേ ബി ഞാൻ ഇത് ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അതിടുന്നത്. അപ്പം എല്ലാവരും എൻജോയ് ചെയ്തോളൂ. ഞാനപ്പോൾ കൊണ്ടുപോകാൻ പോണത് ഈ ഒരു പൗച്ചിലാണ്. എൻ്റെ കയ്യിലൊരു ട്രാവൽ ബാഗ് ഉണ്ട്. സ്റ്റിൽ ഞാൻ അത് യൂസ് ചെയ്യണില്ല. കാര്യം എൻ്റെ ഹാൻഡ് ബാഗിൽ ഇതെല്ലാം ഇട്ട് വെക്കണം. ഇതായിരിക്കും എളുപ്പം. അപ്പം എന്തൊക്കെയാണ് കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ സൺസ്ക്രീൻ ഇല്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലാത്തതുകൊണ്ട് സൺസ്ക്രീൻ. പക്ഷേ ഞാൻ യൂസ് ചെയ്യണത് ഇപ്പം ഈ ഒരു പ്രൊഡക്റ്റാണ്, ഡെൽബേഡയാണ്. ഞാൻ വിചാരിച്ചു എൻ്റെ കയ്യിലൊരു സാമ്പിൾ പീസ് ഉണ്ട്. അത് പ്ലമ്മിൻ്റെ ആണ്. ഇത് സാമ്പിൾ അല്ല കേട്ടോ, സോറി. ഞാൻ സാമ്പിൾ അത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഏതൊരു സൈറ്റിൽ നിന്ന് നമ്മുടെ നാട്ടിലെ സ്മിറ്റണിൽ നിന്ന് നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ഈ ഒരു സൺസ്ക്രീനാണ് കൊണ്ടുപോകാൻ പോകുന്നത്. കാര്യം ഈസി ടു ക്യാരി ആണല്ലോ. അപ്പം ഈ ഒരു സൺസ്ക്രീൻ, പിന്നെ മോയ്സ്ചറൈസർ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് കിട്ടിയ സാമ്പിൾ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ അത് എടുക്കണില്ല. ഞാൻ ഇന്നേവരെ യൂസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എനിക്കൊരു പേടി. പിന്നെ റെഗുലറായിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഈ ഒലയുടെ ഒരു റീജനറിസ്റ്റ്. എൻ്റെ വീഡിയോസ് കാണുന്നവർക്കാണെങ്കിൽ അറിയാം, ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറാണ് എപ്പോഴും യൂസ് ചെയ്യണം. അപ്പം ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ എൽഫിൻ്റെ ഹെല്ലോ ഗ്രോ ലിക്വിഡ് ഫിൽറ്റർ അതെടുക്കുന്നുണ്ട്. അതില്ലാതെ എനിക്ക് പറ്റില്ല. പിന്നെ ഓഫ് കോഴ്സ് എൽഫിൻ്റെ ഐബ്രോ പെൻസിൽ. ബ്ലഷ് ഇല്ലാതെ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ കൊണ്ടുപോകാൻ പോണത് ബെനി ടിൻറ്റിൻ്റെ ഒരു ബ്ലഷാണ്. പിന്നെ ഇത് ഞാൻ എന്തായാലും ഈ പൗച്ചിലിടണില്ല. ഞാനിത് എനിക്ക് എപ്പോഴും യൂസ് ചെയ്യണം. അത്രയും ഞാൻ അഡിക്റ്റ് ആയിപ്പോയി ഈ ഒരു ലിപ്പാം. ഞാൻ ബാഗിൽ ജസ്റ്റ് ഇടണുള്ളൂ അത്. പിന്നെ ഈ ലോറിയൽ പാരസിൻ്റെ ഇപ്പം ഞാൻ യൂസ് ചെയ്യണത് അതാട്ടോ, ലോറിയൽ പാരസിൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. നെക്സ്റ്റ് ഇപ്പം ഞാൻ ഐലാഷസ് യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ ഐലാഷൊന്നും കൊണ്ടുപോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഐ പ്രൈമറും ഈ ഒരു മസ്കാരയും കൂടിയാണ് യൂസ് ചെയ്യുന്നത്, കൊണ്ടുപോകുന്നത്. പിന്നെ മ്യൂയുടെ ഐ ജെൽ. എനിക്ക് മ്യൂയുടെ ഇവിടുത്തെ ഭയങ്കര അഫോർഡബിളായിട്ട് മ്യൂയുടെ പ്രോഡക്റ്റ്സ്. എന്നാലും നല്ല പ്രോഡക്റ്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യു കെയിലുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുന്ന പ്രോഡക്റ്റാണ്. ഈ ഒരു ജെൽ ലൈനർ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ജെൽ ലൈനർ നോർമലി ഞാൻ അങ്ങനെ ഐ ലൈനർ യൂസ് ചെയ്യാറില്ല. സ്റ്റിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഐ ഷാഡോ എൻ്റെ ഫേവറേറ്റ് സത്യം പറഞ്ഞാൽ വിദ്യാ ബ്യൂട്ടിയുടെയാണ്. പക്ഷെ അത് കുറച്ച് വലുതായതുകൊണ്ട് എനിക്ക് ഹാൻഡ് ബാഗിൽ കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു കുട്ടി ഐ ഷാഡോ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഏത് ബ്രാൻഡാണെന്നൊന്നും അറിയില്ല. ഇത് നല്ല കളറാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അത് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഓഫ് കോഴ്സ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക്കിനെക്കാട്ടും ലിപ് ഗ്ലോസുകളാണ്. അപ്പം ഈ ഒരു റെവല്യൂഷൻ്റെ ബൗട്ട് ബോംബും ഈ ഒരു ഫെൻറ്റി ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസും ഞാൻ എടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇതില്ലാതെ എനിക്കിപ്പോൾ പറ്റില്ല. എൻ്റെ ഫേവറേറ്റ് ലൈറ്റിൻ്റെ ഈ ഒരു ഹൈലൈറ്റർ. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ആദ്യം പാക്ക് ചെയ്യാം. പിന്നെ ഞാൻ വിചാരിച്ചു മമ്മ എർത്തിൻ്റെ ഈ ഒരു ഫേസ് വാഷ് കൊണ്ടുപോകാം. കാര്യം ഞാൻ യൂസ് ചെയ്യണ സിമ്പിളുടെയാണ്. മമ്മ എർത്തിൻ്റെ പ്രോഡക്റ്റ്സ് ഞാൻ ഇന്നേ വരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ വൈറ്റമിൻ സി ചിലപ്പം എൻ്റെ സ്കിന്നിന് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു സെറാവയുടെ സാമ്പിളും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സെറാവയുടെ സാമ്പിളും കൂടി വെച്ചിട്ടുണ്ട്. ഇതെനിക്ക് സാമ്പിളായിട്ട് കിട്ടിയതാണ്. ഇത് ഞാൻ മമ്മാർത്തിൻ്റെ ഞാൻ സ്മിറ്റണിയിൽ നിന്ന് നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. ബട്ട് ഇത് ഇന്നവരെ യൂസ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു സെറാവയുടെയും കൂടി വെക്കുന്നുണ്ട്. സിമ്പിളിൻ്റെ കുറച്ച് വലുതാണ് ഞാൻ കൊണ്ടുപോകുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് ഈ ഒരു ഹെയർ ജെൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. കാരണം എൻ്റെ ഹെയർ അത്ര ഒതുങ്ങിയിരിക്കുന്ന ടൈപ്പല്ല. അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ വെച്ച് അടുത്തത് ഓഫ് കോഴ്സ് കോമ്പ്. ഈസി ടു ക്യാരി ആയതുകൊണ്ട് ഞാൻ ഈ പൗച്ചിലിടണില്ല. ഇങ്ങനെ ജസ്റ്റ് ചെയ്തു. പിന്നെ എൻ്റെ ഹെയർ സ്ട്രൈറ്റ്നർ ഞാൻ വെക്കുന്നുണ്ട്, ഈ ഒരു ഹെയർ സ്ട്രൈറ്റ്നർ. പിന്നെ ഞാൻ എൻ്റെ ഫേവറേറ്റ് ഈ ഒരു ബംബംൻ്റെ ക്രീമും ഓഫ് കോഴ്സ് ബോഡി ക്രീമും ഈ ഒരു ബോഡി മിസ്റ്റും എന്തായാലും വെക്കും. ഞാൻ ബോഡി മിസ്റ്റ് ജസ്റ്റ് ഇങ്ങനെ ഇടുന്നുള്ള ക്രീം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ പൗച്ചിൽ തന്നെ ഇടും. ഞാൻ ബാഗിൽ ജസ്റ്റ് ഇങ്ങനെ ഇടണുള്ളൂ. എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ. അപ്പം എല്ലാം വെച്ചെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇരിക്കണേത്. ഇത് എനിക്ക് സാമ്പിൾ കിട്ടിയതാണ്. അപ്പം ഈ ഒരു പെർഫ്യൂമും കൂടി ഞാൻ വെക്കുന്നുണ്ട്.
ഞാൻ സാമ്പിളിൻ്റെ അങ്ങനെ കിട്ടണ വീഡിയോസ് എല്ലാം നോർമലി ഇടാറുണ്ട്. നിങ്ങൾ വാച്ച് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ഷോർട്സിലൊക്കെ പോയി കാണാം. ഞാനെല്ലാം പ്ലേലിസ്റ്റിലാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് കുറച്ചും കൂടി പ്ലേലിസ്റ്റിലാക്കാനുണ്ട്. അപ്പോൾ ഓൾഡ് വീഡിയോസ് എല്ലാം ഞാൻ പ്ലേലിസ്റ്റിൽ ലൈക്ക് ചിലവർക്ക് ഫുഡ് വ്ളോഗ് ആയിരിക്കും ഇഷ്ടം, അങ്ങനെയാണ് ഫുഡ് വ്ളോഗ് കാറ്റഗറിയിൽ അങ്ങനെ കുറേ കാറ്റഗറി ആയിട്ട് ഞാൻ അങ്ങനെ പ്ലേലിസ്റ്റിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കൂടുതലും മേക്കപ്പ് ഷോപ്പിംഗ് വ്ളോഗാണ് ചെയ്യാറ്. അപ്പോൾ അങ്ങനെ എല്ലാ വീഡിയോസും കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓഫ് കോഴ്സ് സൺഗ്ലാസസും അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട്, അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഇത്രയും വേറൊരു വീഡിയോ നാളെ കാണാം.